പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്. ഒരു ഫർളോ സുന്നത്തോ ആയ ഒരു അമലും പുത്തൻവാദിയെ സഹായിക്കുന്നവന്റേതോ പുത്തൻവാദിയുടേതോ അല്ലാഹ് ഖബൂൽ ചെയ്യൂല. അത് മാറ്റം വരുത്തുന്നതിനല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കർമ്മങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നത് മാറ്റം വരുത്തുന്നതല്ലേ ബിദ്അത്ത് എന്ന് പറയുന്നത്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദ്. ദീനിൽ ഉൾപ്പെടാത്ത കാര്യത്തെ ദീനിൽ വല്ലവനും പുതുതായി കൊണ്ടുവന്നാൽ അവനെ തള്ളേണ്ടതാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അവിടുത്തെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മുതൽ പ്രസവത്തിന്റെ സമയത്തുള്ള ചരിത്രം മുതൽ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ചരിത്രങ്ങൾ, അതിന്റെ പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ധരിക്കുമ്പോൾ ഏത് ചെരുപ്പ് ധരിച്ചു, അവിടുത്തെ ചെരുപ്പിന്റെ ആകൃതി എന്തായിരുന്നു, ആദ്യം ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, പിന്നീട് ഏത് കാലിന് ചെരുപ്പ് ധരിച്ചു, അവിടുന്ന് കുപ്പായമിടുമ്പോൾ ആദ്യം ഏത് ഭാഗത്തെ ഏത് കൈ ഏത് ഭാഗം ആദ്യം കുപ്പായം ധരിച്ചു, അവിടുന്ന് കൈ കഴുകുമ്പോൾ ആദ്യം ഏത് കൈ കഴുകി. ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എത്ര വിരൽ കൊണ്ട് ഭക്ഷണം കഴിച്ചു, അത് ഏത് കൈയിന്റെ വിരലാണ്. ഇങ്ങനെ തുടങ്ങി നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരൊറ്റ ചലനങ്ങളും വിട്ടുപോകാതെ ഒരു വിഷയവും വിട്ടുവന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ചലനവും വിട്ടുപോകാൻ. അത് രാത്രി പാതിരക്ക് പ്രൈവറ്റ് റൂമിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും, ബാത്റൂമിന്റെ ഉള്ളിൽ വെച്ച് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ പോലും മുഴുവനും റിപ്പോർട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ട് ഞാൻ ചുരുക്കത്തിൽ എല്ലാ ചലനങ്ങളും, അതായത് ബാത്റൂമിന്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ, അതുപോലെ പ്രൈവറ്റ് ജീവിതത്തിലുള്ള വിഷയങ്ങൾ വരെ മുഴുവനും റിപ്പോർട്ടുള്ള ഒരേ ഒരു നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാതെ സമാനമായി വേറൊരു നേതാവിനെ ചൂണ്ടിക്കാണിക്കാൻ ഒരു പ്രത്യയശാസ്ത്രക്കാരനും ഒരു പ്രസ്ഥാനക്കാരനും ഒരിക്കലും സാധ്യമല്ല. മുഅ്മിനാണെന്ന് പറഞ്ഞാൽ പോരാ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി. അല്ലാഹു തആല പറഞ്ഞു ഖാലത്തിൽ അറാബു ആമന്ന. ചില അറാബികൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചു. ഓ നബിയേ കുല്ലം തൂബിനു, തങ്ങൾ പറയൂ നിങ്ങൾ വിശ്വസിച്ചിട്ടില്ല. നിങ്ങളെ മനസ്സിൽ ഈമാൻ, അതേ ലമ്മ യദ്ഖുൽ ഈമാനു ഫീ ഖുലൂബികും, നിങ്ങളെ മനസ്സിൽ ഈമാൻ കടന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളാണ് അങ്ങനെ പറയാൻ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ് ഇന്നമൽ മുഅ്മിനൂനല്ലദീന. യഥാർത്ഥ മുഅ്മിനീങ്ങൾ ആര് മാത്രമാണ്? അല്ലദീന ആമനൂ ബില്ലാഹി, അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചു, വറസൂലിഹി, അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചു, സുമ്മലം യർതാബു, പിന്നെ അവർക്കൊരു സംശയവുമില്ല, ഉറച്ച വിശ്വാസം, വജാഹദൂ ബി അംവാലിഹിം വഅൻഫുസിഹിം, അവരുടെ സമ്പത്തുകൾ കൊണ്ടും ശരീരം കൊണ്ടും അവർ അധ്വാനിച്ചു, ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അധ്വാനിച്ചു, ഉലൈക ഹുമുസ് സാദിഖൂൻ, അവരാണ് ഞങ്ങൾ മുഅ്മിനീങ്ങളാണെന്ന് പറയുന്ന വിഷയത്തിൽ സത്യം പറയുന്നവർ. ഉറച്ച ഈമാൻ വേണം നമുക്ക്. നമ്മുടെ ഈമാനാക്കും പണയം വെക്കരുത്, നമ്മുടെ ഈമാനാക്കും കവർന്നെടുക്കാൻ അവസരം ഉണ്ടാകരുത്. അതുകൊണ്ടാണ് നബിതങ്ങൾ ഇത്തരം പുത്തൻവാദികൾ അവരുമായി അടുക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അത്തരം ആളുകളെ നിസ്കാരമോ അവരുടെ ദിക്റോ ഒന്നും കണ്ട് പെട്ടുപോകണ്ട. ഹബീബ് നബിതങ്ങൾ പറയാണ് മൻ അഹദസ, വല്ലവനും പുത്തനാശയക്കാരനായാൽ, ഔ ആവാ മുഹദിസൻ, അല്ലെങ്കിൽ പുത്തൻവാദിക്ക് ഗുണം ചെയ്തു കൊടുത്താൽ, പുത്തൻവാദിക്ക് അഭയം നൽകിയാൽ, അവന് ഇടം കൊടുത്താൽ, അവന് സ്ഥലം കൊടുത്താൽ, അവന് സഹായം ചെയ്താൽ, പുത്തൻവാദിക്കും അവനെ സഹായിക്കുന്നവനും രണ്ടാൾക്കുമുള്ള ശിക്ഷ പറയാണ് അല്ലാഹുവിന്റെ റസൂൽ. ഫഅലൈഹി ലഅനത്തുല്ലാഹ്, അവന് അല്ലാഹുവിന്റെ ലഅനത്തുണ്ട്.